അവൾ ആ ഗിഫ്റ്റ് തുറക്കാൻ തുടങ്ങിയപ്പോഴാണ് അമ്മച്ചി വന്നത്. മോളെ, നമുക്ക് ഇറങ്ങാൻ സമയമായി, ഇറങ്ങിയാലോ? സാറാമ്മച്ചി വന്ന് പറഞ്ഞതും അവൾ ആ ഗിഫ്റ്റ് കവർ എടുത്ത് ഗിഫ്റ്റുകളെല്ലാം വെക്കുന്ന സ്ഥലത്തേക്ക് വെച്ചു. എന്നിട്ട് ഡേവിഡിനോടൊപ്പം പോകാനിറങ്ങി. അവരെ യാത്രയാക്കാൻ മദറമ്മയും റോസിയമ്മയും ഓഫനേജിത്തെ കുട്ടികളും എല്ലാവരും ഉണ്ടായിരുന്നു. അവരുടെ എല്ലാം കണ്ണുകളിൽ അതിയായ സന്തോഷവും പിന്നെ ഇത്തിരി വിഷമവും ഉണ്ടായിരുന്നു അവളെ പിരിയുന്നതിൽ. അവരെല്ലാം നിറക്കണ്ണുകളോടെ ആവണിയെ ഡേവിഡിനെ ഏൽപ്പിച്ചു. കാറിൽ ആവണി ഡേവിഡിനോടൊപ്പം പോകുമ്പോൾ റോസിയമ്മയുടെ മനസ്സിൽ ഒരുപാട് സന്തോഷമുണ്ടായിരുന്നു. അവർ മനസ്സുകൊണ്ട് ഈശോയോട് നന്ദി പറഞ്ഞു. അവളുടെ അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ സർവ്വ സുഖ സൗകര്യങ്ങളോടെ കഴിയേണ്ട കുഞ്ഞിനെ അനാഥാലയത്തിൽ ഉപേക്ഷിച്ച് അനാഥത്വത്തിൽ വളർത്തേണ്ടി വന്ന ഒരു പെറ്റമ്മയുടെ സങ്കടത്തിനെല്ലാം അറുതി വരികയായിരുന്നു ഈ കല്യാണത്തിലൂടെ. എൻ്റെ കുഞ്ഞിന് ഇനിയുള്ള ജീവിതം സുന്ദരമായിരിക്കണമേ എന്നവർ മനസ്സുരുക്കി പ്രാർത്ഥിച്ചു. അങ്ങനെ ഡേവിഡിൻ്റെ കാർ മാളിയേക്കൽ എന്ന ഡേവിഡിൻ്റെ തറവാട്ടിലേക്ക് എത്തി. ഡേവിഡിൻ്റെ കാറിൽ നിന്നിറങ്ങിയ ആവണി ശരിക്കും അന്തം വിട്ടു ആ വീട് കണ്ടിട്ട്. 3 നിലയുള്ള വലിയ ഒരു ടെറസ് വീടായിരുന്നു ഡേവിഡിൻ്റേത്. വീടിൻ്റെ മുമ്പിലായി 2-3 വില കൂടിയ കാറുകളും ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ വീടിൻ്റെ വലതുവശം ചേർന്ന് ഒരു വലിയ സ്വിമ്മിംഗ് പൂളും അതിൻ്റെ സൈഡിൽ ഇരിക്കാനുള്ള ചെയറും പിന്നെ ഗാർഡനും ഒക്കെ ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ആ വീട് കണ്ടപ്പോൾ ശരിക്കും ഒരു കൊട്ടാരമാണോ എന്ന് തോന്നി ആവണിക്ക്. അവൾ ഒരു നിമിഷം പകച്ചുപോയി. അവിടെ ആ ഡേവിഡിൻ്റെ ബന്ധുക്കളും ഫ്രണ്ട്സും മറ്റും ഉണ്ടായിരുന്നു അവരെ സ്വീകരിക്കാനായി. ഇത്ര ആൾക്കാരെയും ആ വലിയ വീടും ഒക്കെ കണ്ടപ്പോൾ ഉള്ളിൽ ഇത്തിരി അപകർഷതാബോധം തോന്നി ആവണിക്ക്. തനിക്ക് ഇതൊക്കെ അർഹതപ്പെട്ടതാണോ എന്ന ചിന്ത അവളിൽ ഉണ്ടായിരുന്നു. അവൾ അവിടെ തന്നെ നിന്നു. അപ്പോഴാണ് ഉള്ളിൽ നിന്ന് അനു കുരിശിൻ്റെ ചിഹ്നമുള്ള നിലവിളക്കുമായി വരുന്നത്. അമ്മച്ചി അവരെ രണ്ടാളെയും കുരിശ് വരച്ച് ഉള്ളിലേക്ക് കയറ്റി. ഉള്ളിലേക്ക് കയറുമ്പോൾ ഡേവിഡ് ആവണിയുടെ കൈ ഇറുക്കി പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൻ്റെ ആ സ്പർശനം അറിഞ്ഞപ്പോൾ അവളുടെ ഉള്ളിൽ ഉണ്ടായിരുന്ന പേടി ഒക്കെ മാഞ്ഞുപോയി. ഹലോ നാത്തൂനെ, ട്രാവൽ കഴിഞ്ഞ് വന്നതല്ലേ, നമുക്ക് റൂമിലേക്ക് പോയാലോ? അനു ആവണിയുടെ ഷോൾഡറിൽ കൂടെ കൈയിട്ടുകൊണ്ട് അവളോട് ചോദിച്ചു. അതിന് അവളൊന്ന് ചിരിച്ചു. ആടി, നീ പറഞ്ഞത് ശരിയാ, നല്ല ക്ഷീണം, വാ റൂമിലേക്ക് പോവാം എന്ന് പറഞ്ഞ് ഡേവിഡ് മെല്ലെ ആവണിയുടെ കൈ പിടിച്ച് റൂമിലേക്ക് പോകാൻ നിന്നു. അപ്പോഴേക്കും അനു ഡേവിഡ് ആവണിയെ പിടിച്ചിരിക്കുന്ന ആ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഹലോ ഇച്ചായോ, എങ്ങോട്ടാ എൻ്റെ നാത്തൂനെയും കൊണ്ട് പോകുന്നത്? റൂമിലൊക്കെ ഒന്നും ഇപ്പം വിടാനായിട്ടില്ല എന്ന് പറഞ്ഞ് കൈ വിടിയിപ്പിച്ചു. ഡേവിഡ് അനുവിനെ തുറച്ചു നോക്കി. എന്നെ തുറച്ചു നോക്കിയിട്ടൊന്നും കാര്യമില്ല. അതെ, രാത്രിയിൽ ഈ നാത്തൂൻ്റെ കടമയാണ് റൂമിലേക്ക് എൻ്റെ നാത്തൂനെ കൊണ്ടുവിടാൻ. അങ്ങനെ പെട്ടെന്നൊന്നും തൽക്കാലം റൂമിലേക്ക് വിട്ടു തരില്ല. ഇപ്പോൾ എൻ്റെ ഇച്ചായൻ ഒറ്റയ്ക്ക് പോയി ക്ഷീണമില്ലാതാക്ക്, അനു പറഞ്ഞു ഡേവിഡിനോട്. അയ്യടാ, ഒന്ന് പോടി അവിടുന്ന്, ഡേവിഡ് അനുവിനോട് പറഞ്ഞു. ആഹാ, പോടിയെന്നാ, ദേ അമ്മച്ചി നോക്കിയേ. മോനെ സിവിച്ച, അനു പറഞ്ഞത് ശരിയാ, ഇപ്പോഴൊന്നും മോളെ നിൻ്റെ റൂമിലേക്ക് വിടാൻ പറ്റില്ല. നീ കുറച്ച് വെയിറ്റ് ചെയ്യ്. അമ്മച്ചി പറഞ്ഞത് കൊണ്ട് പിന്നെ എതിർത്ത് പറയാനാവില്ലല്ലോ, പറഞ്ഞ നാണക്കേടല്ലേ. ഡേവിഡ് അനുവിനെ ഒന്ന് കൂർപ്പിച്ച് നോക്കിയിട്ട് ആവണിയെ നിസ്സഹായതയോടെ നോക്കിയിട്ട് റൂമിലേക്ക് പോയി. അവൻ്റെ പോക്ക് കണ്ടിട്ട് ആവണിക്ക് ചിരി വന്നു കേട്ടോ. അങ്ങനെ രാത്രിയായി. മുല്ലപ്പൂ ചൂടി മുട്ടോളം വരുന്ന കോലം മുടി വിരിച്ചിട്ട് ഒരു സെറ്റ് സാരി എടുത്ത് ഒരു കുഞ്ഞ് സ്റ്റോൺ പൊട്ടും വെച്ച് കണ്ണ് നീട്ടി എഴുതി ആവണിയെ റെഡിയാക്കി അനു. ചേച്ചി, നിനക്ക് എന്തൊരു ചന്താടി. വെറുതെ അല്ല എൻ്റെ ഏട്ടൻ ആദ്യ കാഴ്ചയിൽ തന്നെ വീണത്, അവൾ ആവണിയുടെ കവിൾ നുള്ളിക്കൊണ്ട് പറഞ്ഞു. ഷേ, ഒന്നും മിണ്ടാതിരിക്കും പെണ്ണെ, മനുഷ്യനെ നാണം കെടുത്താതെ, ആവണി അനുവിനോട് പറഞ്ഞു. അപ്പോൾ എൻ്റെ ചേച്ചിക്ക് നാണമൊക്കെ വരുമോ? അനു ആവണിയോട് ചോദിച്ചു. ആവണി അവളെ ഒന്ന് തുറച്ചു നോക്കി, എന്നിട്ട് ഒരു ചിരി പാസാക്കി. ഇനിയേ നാണിച്ച് നിൽക്കണ്ട, സമയം 8 ആയി, ഇനിയും വൈകിയ ഈ ചായൻ എന്നെ കൊല്ലും.
ചേച്ചി പാലെടുത്ത് റൂമിലേക്ക് പൊക്കോ എന്ന് പറഞ്ഞ് അനു ഒരു ഗ്ലാസ് പാലെടുത്ത് ആവണിക്ക് നേരെ നീട്ടി. ആവണി ഇത്തിരി ടെൻഷനോടെ എന്നാൽ ഒരുപാട് സന്തോഷത്തോടെ ഡേവിഡിൻ്റെ റൂമിലേക്ക് പോയി. അവളുടെ ആ നടത്തം കാണാൻ തന്നെ നല്ല ചന്തമുണ്ടായിരുന്നു കേട്ടോ. അവൾ മെല്ലെ ഡേവിഡിൻ്റെ റൂമിലെ വാതിൽ തുറന്നു. റൂമിൽ മുഴുവൻ ഡേവിഡിൻ്റെ കുഞ്ഞുനാൾ തൊട്ടുള്ള ചിത്രങ്ങൾ ഉണ്ടായിരുന്നു. അതെല്ലാം അവൾ നോക്കിക്കൊണ്ടിരുന്നു. കുഞ്ഞിലെ ഡേവിഡിൻ്റെ ഫോട്ടോ കണ്ടപ്പോൾ അവൾക്ക് ചെറുതായിട്ട് വാത്സല്യമൊക്കെ തോന്നി. അവൾ അങ്ങനെ പതിയെ ആ റൂമിലേക്ക് കടന്ന് ഓരോന്നായി നിരീക്ഷിക്കുകയായിരുന്നു. അവിടെ ആവണിയുടെ കുഞ്ഞുനാളത്തെ ഫോട്ടോ കണ്ടത് അപ്പോഴാണ്. കുഞ്ഞുനാളത്തെ മാത്രമല്ല, ഇവർ തമ്മിൽ എടുത്ത എല്ലാ ഫോട്ടോകളും ഡേവിഡിൻ്റെ റൂമിലെ ചുമരിലുണ്ടായിരുന്നു. അത് കണ്ട് സത്യത്തിൽ ആവണിക്ക് അതിശയായി. അവൾ അവിടെയെല്ലാം ഡേവിഡിനെ നോക്കി. പക്ഷേ ഡേവിഡ് അവിടെ എങ്ങും ഉണ്ടായിരുന്നില്ല. ഇച്ചായൻ എങ്ങോട്ട് പോയി? ഇവിടെ കാണുന്നില്ലല്ലോ. അവൾ ആലോചിച്ച് നിന്നു. അപ്പോഴാണ് ഒരു കൈ ബാക്കിലൂടെ വന്ന് അവളെ ഇറുക്കി പുണർന്നത്. ആ സ്പർശനം അറിഞ്ഞപ്പോൾ തന്നെ അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു. കാരണം അത് അവളുടെ ഇച്ചായനായിരുന്നു. എത്തിയോ എൻ്റെ കൊച്ച്? എത്ര നേരമായി വെയിറ്റ് ചെയ്യാൻ? ഞാൻ കാത്തിരുന്നു മടുത്തു. വേഗം വന്നൂടെ പെണ്ണെ? ഡേവിഡ് അവളുടെ കഴുത്തിൽ മുഖമമർത്തിക്കൊണ്ട് ചോദിച്ചു. അവൻ്റെ മീശ അവളുടെ നഗ്നമായ മുതുകിൽ ഇക്കിളി കൂട്ടുന്നുണ്ടായിരുന്നു. ഇച്ചായ! അവൾ പതിഞ്ഞ സ്വരത്തോൾ അവനെ വിളിച്ചു. എടി പെണ്ണെ, ഇപ്പം തന്നെ ശബ്ദം ഉണ്ടാക്കാതെ, എൻ്റെ കൺട്രോള് പോവും. അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ തോളിൽ ഒരു ഉമ്മ കൊണ്ട് പറഞ്ഞു. അവൾ അതിന് ഒന്നും മിണ്ടാതെ തലകുനിച്ച് നിന്നു. പെണ്ണെ, എന്നെ ഒന്ന് നോക്ക്, ഇങ്ങനെ നാണിച്ചു നിൽക്കാതെ, ഡേവിഡ് പറഞ്ഞു. അപ്പോൾ അവൾ മെല്ലെ അവനെ നോക്കി. മഴ പെയ്ത് തോർന്ന ഇലകളിലെ വെള്ളത്തുള്ളികളെ പോലെ അത്ര മനോഹരമായ അവളുടെ കണ്ണുകൾ അവനെ വല്ലാതെ ആകർഷിച്ചു. ആ നോട്ടത്തിൽ അവൻ അവളുടേത് മാത്രമായി മാറുകയാണോ എന്ന് പോലും അവന് തോന്നി. പരസ്പരം അതിയായ സ്നേഹം അവർ കണ്ണുകളിലൂടെ പങ്കുവെച്ചു. ഒരു നിമിഷം അവൻ അവളുടെ ആ കണ്ണിൽ നോക്കിക്കൊണ്ട് തന്നെ മെല്ലെ അവളുടെ കയ്യിൽ ഉമ്മ വെച്ചു. അവൾ അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. ആ പുഞ്ചിരിയിൽ ഇത്തിരി നാണവും കലർന്നിരുന്നു. അവൻ്റെ നീളം മുഖത്തിൽ, കുഞ്ഞു കണ്ണിൽ, കട്ടിമീശയിൽ, കുഞ്ഞു താടിയിൽ അവൾ നോക്കിക്കൊണ്ടേയിരുന്നു. എന്നിട്ട് അവളുടെ കൈ കൊണ്ട് അവൻ്റെ മീശ പിടിച്ച് വലിയ കാലം കാത്തിരുന്നിട്ടുണ്ടെന്നറിയോ ഞാൻ ഈ ദിവസത്തിന് വേണ്ടി? നിന്നെ കെട്ടിയോളാക്കാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. അന്നൊക്കെ എൻ്റെ മനസ്സിൽ ഒരു പേടിയുണ്ടായിരുന്നു, നിനക്കെന്നെ ഇഷ്ടമാക്കുമോ എന്ന്. പക്ഷേ നീ എന്നിൽ ഞാൻ പ്രതീക്ഷിക്കാത്ത വേഗത്തിൽ കൂടിച്ചേർന്നു, എൻ്റേത് മാത്രമായി. അവൻ ചിരിച്ചുകൊണ്ട് അവളോട് പറഞ്ഞു. എന്താടി, ഞാൻ ഇത്ര പറഞ്ഞിട്ടും ഒന്നും മിണ്ടാതിരിക്കുന്നേ? എന്തെങ്കിലും ഒന്ന് പറ എൻ്റെ കെട്ടിയോളെ. അവൻ ആവണിയുടെ കവിളിൽ തടവിക്കൊണ്ട് ചോദിച്ചു. ഇച്ചായ? ഒരിക്കലും ഇച്ചായൻ്റെ കണ്ണിൽ കാണുന്ന എന്നോടുള്ള ഈ സ്നേഹം നഷ്ടപ്പെടരുത്. എനിക്കാവില്ല ഇച്ചായനില്ലാതെ ജീവിക്കാൻ. ഓരോ നിമിഷവും ഓരോ വേളയിലും എൻ്റെ ചിന്തകളിലുടനീളം എൻ്റെ ഇച്ചായൻ മാത്രമാണുള്ളത്. പകുതി വഴിയിൽ ഉപേക്ഷിച്ച എൻ്റെ അമ്മയെപ്പോലെ എന്നെ ഒരിക്കലും വിട്ടുകളയല്ലേ, അവൾ സങ്കടത്തോടു കൂടി അവനോട് പറഞ്ഞു. അവളുടെ ആ ചോദ്യം കേട്ടപ്പോൾ പുറകിൽ നിന്ന് പുണർന്നവൻ മെല്ലെ കൈകൾ മോചിപ്പിച്ച് അവളുടെ ഉമ്മറത്തേക്ക് വന്ന് നിന്നു. എടി, എനിക്ക് എൻ്റെ ഈ പെണ്ണിനെ ജീവന. ഈ ശിവൻ്റെ അവസാന കാലം വരെ നീ എൻ്റെ കൂടെ ഉണ്ടാവും. എൻ്റെ ശരീരത്തിലോ മനസ്സിലോ നീയല്ലാതെ വേറെ ഒരാളും ഉണ്ടാവില്ല. പകുതി വഴിയിൽ അങ്ങനെ ഒരിക്കലും ഉപേക്ഷിച്ച് പോകൂല ഞാൻ. എൻ്റെ പൊന്നിൻ്റെ ഏതാഗ്രഹവും ഞാൻ സാധിച്ചു തരും, അവൻ അവളോട് പറഞ്ഞു. അത് കേട്ടപ്പോൾ അവൾ അവൻ്റെ നെഞ്ചിലോട്ട് ചാഞ്ഞു. എന്നിട്ട് അവൻ്റെ നെഞ്ചിൻ്റെ നടുവിൽ ഒരു ഉമ്മ കൊടുത്തു. എന്നിട്ട് ഇരു കൈകളാൽ അവനെ പുണർന്നു. അവൻ അവളുടെ തല തഴുകിക്കൊണ്ട് ചോദിച്ചു. പറ, എൻ്റെ കെട്ടിയോൾക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടോ? അവൻ ചോദിച്ചതും അവൾ അവനെ ഒന്ന് നോക്കിയ ശേഷം പറഞ്ഞു. ഇച്ചായ, എനിക്കങ്ങനെ വലിയ ആഗ്രഹങ്ങളോ സ്വപ്നങ്ങളോ ഒന്നുമില്ല. എന്നും ഇതുപോലെ ഇച്ചായൻ്റെ കൂടെ നിൽക്കണം.
പിന്നെ എന്ന് പറഞ്ഞ് അവൾ ഒരു നിമിഷം നിർത്തി. പിന്നെ പറയടോ. ആ, എൻ്റെ കുഞ്ഞുനാൾ മുതൽ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. അതിനെക്കുറിച്ച് ചെറിയൊരു വിവരങ്ങൾ കിട്ടിയാൽ കൂടി എനിക്ക് ഒരുപാട് സന്തോഷമുണ്ടാവും. ആവണി നെഞ്ചിൽ തലചായ്ച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോൾ ഡേവിഡ് അവളുടെ മനസ്സ് കണ്ട പോലെ ചോദിച്ചു, തൻ്റെ അമ്മയെ കാണണം അല്ലേ? ഡേവിഡ് പറഞ്ഞത് കേട്ടതും ആവണി അവനെ നോക്കി, നെഞ്ചിൽ നിന്ന് മുഖം മാറ്റിക്കൊണ്ട്. അവളുടെ നോട്ടം കണ്ടപ്പോൾ അവളെ ഒന്നും കൂടി അവനിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, എടോ, എനിക്ക് തന്നേക്കാൾ നന്നായി തന്നെ അറിയാം എന്നാണ് എൻ്റെ വിശ്വാസം. എനിക്കറിയാടോ, തൻ്റെ ഏറ്റവും വലിയ സ്വപ്നം എന്താ, ആഗ്രഹം എന്താ, എന്തിന് ഇപ്പോൾ തൻ്റെ മനസ്സിലൂടെ എന്താ കടന്നു പോകുന്നത് എന്നുപോലും. എന്ന് തൊട്ടാണോ ഞാൻ തന്നെ പ്രണയിക്കാൻ തുടങ്ങിയത്, അന്ന് തൊട്ട് ഞാൻ അറിയാൻ ശ്രമിച്ചിരുന്നു തന്നെ, എന്നേക്കാൾ കൂടുതൽ. പറയുന്നത് പൈങ്കിളിയാണെന്നറിയാം, പക്ഷേ പ്രണയം പൈങ്കിളിയാണല്ലോ. ഡേവിഡ് പറഞ്ഞത് കേട്ടപ്പോൾ ആവണിക്ക് ഒരുപാട് സന്തോഷമായി. കാരണം അവൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ അവൻ അവളെ സ്നേഹിക്കുന്നുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ അവൻ്റെ നെറ്റിയിൽ ആദ്യ ചുംബനം നൽകി. അവൾക്ക് അതിയായ സന്തോഷവും ഒപ്പം നാണവും ഒക്കെ വന്നു. അവൻ്റെ കണ്ണുകളിലെ കാന്തികത അവൾക്ക് താങ്ങാനായില്ല. അവർ പരസ്പരം കെട്ടിപ്പിടിച്ചു, ഒരു കുഞ്ഞു കാറ്റിന് കടക്കാനാവാത്ത വിധത്തിൽ. അവരുടെ മനസ്സിലെ പ്രണയം ആദ്യമായി ശരീരത്തിന് കൂടി പങ്കിട്ട് നൽകാൻ തുടങ്ങി. പ്രണയത്തിൻ്റെ പൂമുട്ടുകൾ വിരിയുന്ന അനുഭൂതിയിൽ അവർ അവരെ തന്നെ മറന്ന് സ്നേഹിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ശരീരത്തിൽ നിന്നും ഓരോ തുണിയിഴകൾ അഴിഞ്ഞു മാറുന്നതും ഇരുവരിൽ വല്ലാത്ത ആവേശം സൃഷ്ടിച്ചു. നഗ്നമായ തങ്ങളുടെ ശരീരങ്ങൾ ഒരു മേനി എന്ന പോലെ തോന്നി അവർക്ക്. എത്ര ചുംബിച്ചിട്ടും ചുംബനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടും മതി വരാതെ അവർ പരസ്പരം മത്സരിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ ആ അതിമനോഹരമായ രാത്രി കടന്നുപോയി. കാലത്ത് ഡേവിഡ് എന്നും വെക്കാറുള്ള അലാറം അടിക്കുന്നതിന് മുന്നേ ഇച്ചായ എന്നൊരു വിളി കേട്ടുകൊണ്ടാണ് ഉണർന്നത്. അതവളായിരുന്നു, ഡേവിഡിൻ്റെ പാവപ്പെട്ട എംപ്ലോയി, അവൻ്റെ കെട്ടിയോള്. ബാക്കി എന്താ നടക്കാമെന്ന് നമുക്ക് അടുത്ത പാട്ടിൽ കാണാം കേട്ടോ. ഗായ്സ്, ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.